கவிதை சொல்ல முடியுமா? அதை காட்டிட்டுறேன். இன்னொன்று இதை கேப்ஷனாக போட்டுக்கோங்க. கேரளமே நெட்டுன்னு ஒரு ஃபோட்டோகிராஃப் என்கிட்ட இருக்கு. நான் எப்போ சத்தியமாடா என்ன விசுவசிக்கு, கேரளமே நெட்டுன்னு ஒரு ஃபோட்டோகிராஃப் இருக்கு. நான் அதான் சொல்கிறேன், எப்போவுமே தெய்வம் உண்டு, தெய்வம் உண்டு நான் പറയുന്നത് എന്താ റീസൺ அந்த ஃபோட்டோ. இதுக்கப்புறம் நம்மளுக்கு பட்சம் வைக்கல, நான் சும்மா காணிക്കാം கேட்டா. இன்னும் ஃபங்க்ஷன் யாராவது ஒருத்தருக்கு காட்டுறேன். நான் പറയുന്നത് சரியானா விதிச்சது யாருக்கு? இத்தனையும் கோடி விதிச்சது யாருக்கு? அது உண்மையான அன்பு. இத்தனையும் வருஷமாயிட்டு எழுதியிருக்கா. இந்த ஃபோட்டோவை பார்த்தா உங்களுக்கு தெரியும் தெய்வம் இருக்குங்கிறது தெரிஞ்சிடும். நான் காணிச்சு தரேன், ஒருத்தருக்கு மட்டும் കാണിച്ചു തരാം. ഒരുത്തർക്ക് யாருன்னு டிசைட் பண்ணிக்கோ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് കണ്ടതുപോലെ തന്നെ ആക്ടർ ബാല, അതുപോലെ തന്നെ അമൃത, അതേപോലെ തന്നെ കോകില, ഇവരുടെ ഒരു ഫോട്ടോ ആണ് ലീക്കായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഇപ്പോൾ ഈ ആക്ടർ ബാലയ്ക്കാണെങ്കിൽ 42 വയസ്സോളമായി. ഈ കോകിലയ്ക്ക് അവരുടെ ആ കല്യാണം അമൃതയുടെയും എന്താ പറയുക, അമൃതയുടെയും ബാലയുടെയും കല്യാണം കഴിഞ്ഞ സമയത്ത് അത് ചെറിയൊരു കുഞ്ഞാണ്. ഇപ്പോൾ 42 വയസ്സാണ്. എന്താണ് ബാലയ്ക്ക് 42-43 വയസ്സോളം ആയിട്ടുണ്ട്. കോകിലയ്ക്കാണെങ്കിൽ വെറും 24 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം, എന്താ പറയുക, ഞെട്ടലും മാറിയിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അവരുടെ കല്യാണത്തിന് അവരുടെ ഒപ്പം ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു കല്യാണം കഴിയുമ്പോൾ ഏതെങ്കിലും കൊച്ചു പിള്ളേർ നിൽക്കില്ല. ആ കൊച്ചു പിള്ളേരിനെ പിടിച്ച് പിന്നീട് കല്യാണം കഴിച്ചാലുള്ളൊരു ഇത് എങ്ങനെയിരിക്കും, അതാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഓർമ്മ വന്നത്. എന്നാലും വല്ലാത്തൊരു ഇതായിപ്പോയി എൻ്റെ ബാല. അപ്പോൾ ഇത് ഈ ഒരു ഇതിനെക്കുറിച്ച്, അപ്പോൾ ഈ ഒരു ഫോട്ടോനെ കുറിച്ച് നേരത്തെ തന്നെ ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണെന്നുള്ളത് വിചാരിച്ചില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആയിരുന്നു അന്ന് ബാല പറഞ്ഞിരുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. തോന്നിട്ടില്ല. ഞാൻ ഒരു നാൾ സത്യം என்னன்னா அது ஒரு பெரிய ஸ்டோரி, அது பின்ன ஒரு இன்டர்வியூவில் சொல்கிறேன். இது இன்னைக்கு மனசில் அந்த டைரி படித்தப்போ இதை പറഞ്ഞിട്ട് നമുക്ക് நான் என்னுடைய வார்த்தையை நிறுத்துவேன். இன்னைக்கு சொல்கிறேன்டா தம்பி, என் மனசார சொல்கிறேன், இந்த லோகத்தில் நான் இவ்வளோ கஷ்டப்பட்டு 42 വയസ്സാകുது, 42 ഇയേഴ്സ്. ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഞാൻ நீ காரணம் உடனே நீ புகழ்த்திக்க. எனக்கு இன்னைக்கு அந்த டைரி வாய்ச்சும்போது சொல்கிறேன், எதுவும் காசு பணம் வந்துட்டு போயிட்டே இருக்கும்பா, கஷ்டங்கள் வரும் போகும். என்ன கஷ்டம் வந்த மரணத்தை பார்த்தும்போது சிரிச்சுட்டு தான் இருந்தேன், அரசு போது சிரிச்சுட்டு தான் இருந்தேன். ஏன் தெய்வம் இருக்குது. அந்த ஃபோட்டோ நீங்களுக்கு காட்டுவேன். என் பிஆர்ஓ ஃபோனில் இருக்கான், ഇതുവരെ എന്താ അപ്പോൾ ഇവർ അമ്മ தான் എനിക്ക് അയച്ചു കൊടുത്തത്. ഇവളുടെ സ്നേഹം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ അമ്മ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, சின்ன எடுத்துதானே அது மட்டும் இல்லை, இல்லைப்பா லைஃப் அப்படி இல்லை, டக்குன்னு பார்த்து ஸ்நேகிக்கிறது வேறு. நம்ம பந்தம் பழகி உனக்காக தோணும், உன் மனசுக்கே தோணும். 3 months எடுத்துக்கும். எனக்கு நல்ல அன்னம், நல்ல உறக்கம், கரெக்ட் வேலை மெடிசன், என் ആരോഗ്യം, എല്ലാ രീതിയിലും സന്തോഷം. ഇപ്പോൾ ഇത്ര പേരുണ്ട് ഇവിടെ. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയില്ല. കൂടെ നിന്നിട്ട് ഒരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കാതെ. ആ ഫോട്ടോനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ആ ഫോട്ടോനെ കുറിച്ച് എന്താണെങ്കിലും നമിച്ചു. എന്തായാലും ഇത്രയും 3ാമത് കല്യാണം കഴിക്കുന്നത് വെറും 24 വയസ്സായ ഒരു പെൺകുട്ടി. അതെന്തായാലും ബാലയുടെ ലക്ക് തന്നെയാണ് പറയുക. എന്താ പറയുക, ഇപ്പോഴും എന്താണ് 30-35 വയസ്സായിട്ടും അല്ലെങ്കിൽ 40 വയസ്സായിട്ടും 1ാമത്തെ കല്യാണം പോലും നടക്കാത്ത ആളുകളുണ്ടാവും. അപ്പോഴാണ് ഇതാ 3ാമത്തത്, അതും ഫസ്റ്റ് മാരേജിൽ കൊച്ചു പെണ്ണിനെ തന്നെ കിട്ടിയിരിക്കുക. അതൊക്കെ എന്താ പറയുക, ഭയങ്കര ലക്ക് തന്നെയാണ് ബാലയ്ക്ക് മാത്രമുള്ള ഈ ഒരു ഭാഗ്യം കിട്ടുള്ളൂ. വേറെ ആർക്കും ഈ ഒരു ഭാഗ്യം കിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും നമിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് അത് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ ഇങ്ങനെയാണ് ഇത് ഇട്ടിരിക്കുന്നത്, സെർവൻറ്റ് ഡോട്ടർ മാമാ പൊണ്ണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എടുത്ത് നോക്കും, ഇങ്ങനെ ഒരു ഇത് വരണമെങ്കിൽ സർവൻറ്റിൻ്റെ വേലക്കാരിയുടെ മോളാണോ അത്, എന്താണ് ഇനി വേലക്കാരുടെ മോള് ഇയാളെ ബാലയെ മാമ എന്നാണോ വിളിക്കുന്നത്? അതുകൊണ്ടാണോ സെർവൻറ്റ് ഡോട്ടർ മാമാ പൊണ്ണ് എന്നിട്ടിരിക്കുന്നത് മനസ്സിലായില്ല. അപ്പോൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന അമൃതയുടെയും ബാലയുടെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരുടെ വീട്ടിൽ വേലയ്ക്ക് വന്ന ആ വേലക്കാരിയുടെ മോളാണോ ഇത് എന്നൊരു
സംശയമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ മാത്രമാണ് ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ഭയങ്കര മഹാ അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥയായിട്ട് ഇനിയിപ്പോൾ ബാല വന്നാൽ തന്നെ അറിയുള്ളൂ ഇത് എന്താണ് ഏതാണെന്നുള്ളത്. അതിൻ്റെ ആ ഒരു പേര് ഇങ്ങനെ ഇട്ടത് കൊണ്ടാണ് എല്ലാവർക്കും ഡൗട്ട്. പിന്നെ അതിൽ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്നുള്ളൊരു പഴയ ഒരു ഇതുണ്ടല്ലോ, ജഗതിയുടെ ആ ഒരു സിനിമ, ജഗതി ശോഭന അവരുടെയൊക്കെ ആ ഒരു സിനിമ വേലക്കാരിയായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. ചിരിയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ജീവിതത്തിലും ഇവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ. ഈ ഒരു ഫോട്ടോ ഇപ്പോൾ എന്തായാലും ഫുള്ള് ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബാലയുടെ അടുത്തും ഇതേ ഒരു ഇത് എത്തും എന്ന് തന്നെ വിശ്വസിക്കാം. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്ത് തന്നെയാണെങ്കിലും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഭാര്യമാർക്കും ഉണ്ടായതുപോലെ ഗോകുലിക്ക് അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുക, അതൊരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്, വെറും 24 വയസ്സായിട്ടുള്ളൂ. അതിനെങ്കിലും കണ്ണീര് കുടിപ്പിക്കാതെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിരിയും എന്താ പറയുക, ഇത് കണ്ടപ്പോൾ എനിക്കിത് കണ്ട സമയത്ത് ഭയങ്കര ഞെട്ടലും അത്ഭുതം, എന്താ പറയുക, ആ ഒരു ഇതെന്ന് ഞാൻ ഇപ്പോഴും അത്രയ്ക്ക് മാത്രം അത്ഭുതമായിരുന്നു ഈ ഒരു ഫോട്ടോ കണ്ട സമയത്ത്. എനിക്കിത് വീഡിയോ ചെയ്യണത് സത്യം തന്നെയാണ്. പിന്നെ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഇത് സത്യം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് തന്നെയാണെങ്കിലും ആ പെണ്ണിനെ ഇനിയെങ്കിലും കണ്ണീര് കുടിപ്പിക്കാതെ നിങ്ങളുടെ ലൈഫ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.